അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പല കുടുംബബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്നതും വിവാഹബന്ധങ്ങൾ വേർപിരിയുന്നതുമെല്ലാം ഇതുമൂലമാണ്. ഒരു പരിധി വരെയൊക്കെ ഞാൻ പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഏതെന്ന് ചോദിച്ചാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു 2 മാസത്തെ വിശ്രമത്തിന് വേണ്ടി വരികയാണ്. ഇവർ കുടുംബത്തോടൊപ്പം 1-2 ദിവസം ഞങ്ങൾ ആക്റ്റീവായി കഴിഞ്ഞുകൂടിപ്പോകും. പതിയെ അവരുടെ സ്വന്തം കയ്യിലുള്ള മൊബൈലിലേക്ക് അവരുടെ ശ്രദ്ധകൾ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, മൊബൈലിൽ നമ്മൾ ന്യൂസ് കാണുകയോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അത് വല്ലാതെ ശ്രദ്ധിക്കാറില്ല. ചെവി കൊണ്ട് നമ്മളിതൊക്കെ കേൾക്കും, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിരിക്കും, പക്ഷേ നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല. മലയാളത്തിൽ പറയുക, നമ്മൾ അവരെ പരിഗണിക്കാറില്ല എന്ന് വേണം പറയാൻ. അഥവാ നമ്മളടുത്ത് വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത് ചേർന്നിരുന്ന് സംസാരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ അവിടെ കണ്ണിൽ നോക്കി അത് കേൾക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഗണന. അത് കൂട്ടുകാരോടാണെങ്കിലും അയൽവാസിയോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും. ഇത് ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയുന്ന കാര്യം ഉൾക്കൊള്ളുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന് വരുന്ന ആളുകൾ ചിന്തിക്കുകയും അവർ അതുവഴി പിന്തിരിയാനും, അതല്ലെങ്കിൽ കൂടുതൽ എല്ലാ ദിവസവും വരുന്ന ആളുകൾ അത് ആഴ്ചയിലാവാനും, അത് പിന്നീട് ഒന്നരാടാവാനും, പിന്നെ അത് ആഴ്ചയിലേക്കും മാസത്തിലേക്കൊക്കെ അതെന്ത് ചെയ്യും, ചുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശത്രു എന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ, നമ്മോട് സംസാരിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ അത് മാറ്റിവെച്ച് അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനും അവരെ പരിഗണിക്കാനും കഴിയുക എന്നുള്ളതാണ് ഇന്നിൻ്റെ യുഗത്തിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ കുടുംബബന്ധം ചേർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.